എനിക്കെന്റെ പെണ്ണിനെ അള്ളാഹുവിന്റെ അമാനത്തായി കിട്ടിയതാ, എനിക്കെന്റെ ഭർത്താവിനെ എന്റെ റബ്ബിന്റെ അമാനത്തായി കിട്ടിയതാ. അല്ലാതെ ഞാൻ കണ്ട 10 എണ്ണത്തിൽ ഇഷ്ടപ്പെട്ടതൊന്നിന്റെ കഴുത്തിലേക്ക് ഞാൻ മഹർ കൊടുത്തതല്ല. അങ്ങനെ ഒരു ബോധം ഏത് ഇണകൾക്കും ഉണ്ടാകണം. അതുണ്ടാകുമ്പോൾ മാത്രമേ കെട്ടിയ പെണ്ണിനെ വഞ്ചിക്കാതിരിക്കാൻ, കെട്ടിയ ആണിനെ വഞ്ചിക്കാതിരിക്കാൻ ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ മനസ്സിൽ ചിന്തകൾ ഉണ്ടാവുകയുള്ളൂ. എന്റെ റബ്ബ് എനിക്ക് ഏൽപ്പിച്ചു തന്ന എന്റെ ഇണയോട്, തുണയോട് എനിക്ക് ചില കടപ്പാടുകളുണ്ട്. ആ കടപ്പാടുകളും ബാധ്യതകളും നിർവഹിക്കാൻ എനിക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനെന്തു വേണം? ദാമ്പത്യ ജീവിതം ഏറ്റവും മനോഹരമാക്കണമെങ്കിൽ ഒരുപാട് പണമുള്ളത് കൊണ്ട് കാര്യമല്ല. പണം വേണ്ട എന്നല്ല, പണം മാത്രമേ ഉള്ളൂ എങ്കിൽ പലർക്കും AC റൂമേ ഉണ്ടാവൂ, സമാധാനം ഉണ്ടാവൂല. തറവാട് മാത്രം മതിയെങ്കിൽ പേരുകെട്ട തറവാടേ ഉണ്ടാകൂ, സ്വൈര്യവും സമാധാനവും ഉണ്ടാവൂല. എത്ര മനുഷ്യരാ ഇന്ന് കുടുംബം നരകിച്ച് ജീവിക്കുന്നത്. കാണാൻ തൊലിവെളുപ്പുള്ള ആണിനെ മോഹിച്ചു കെട്ടിയ പെണ്ണും പെണ്ണിന്റെ മൊഞ്ച് കണ്ട് കെട്ടിയ ആണും ഇന്ന് കിടക്കപ്പായയിൽ 2 ഭാഗത്തേക്കും ചെരിഞ്ഞു കിടന്ന് 10ാം ക്ലാസ്സിൽ കൂടെ പഠിച്ചപ്പോ അന്ന് ഉപേക്ഷിച്ച പ്രണയത്തിന്റെ ബാക്കി ഭാഗം ഗെറ്റ് ടുഗദറിന് കിട്ടിയ നമ്പർമല് ഇന്നും തുടർന്ന് വഞ്ചിച്ചോണ്ടിരിക്കുമ്പോ പണമോ സൗകര്യമോ ദുനിയാവിന്റെ തറവാടിത്തമോ അല്ല മനുഷ്യരെ കുടുംബത്തിന്റെ സ്വൈര്യം സമാധാനം. മറിച്ച് അല്ലാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു, ബന്ധങ്ങൾ കരുത്തുറ്റതാകണമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരേ ലക്ഷ്യമുണ്ടാകണം. ആ ലക്ഷ്യം അല്ലാഹുവിന്റെ സ്വർഗമാകണം. മനസ്സിന്റെ ലക്ഷ്യം സ്വർഗമാണെങ്കിൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു ദാരിദ്ര്യം, ഒരു പരീക്ഷണം, ഒരു സങ്കടം നമ്മളെ സങ്കടപ്പെടുത്തൂല. കാരണം അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ജീവിതം നമുക്കതിന് സാക്ഷിയാ. 25 വയസ്സുള്ള അല്ലാഹുവിന്റെ ഹബീബ് 40 വയസ്സുള്ള ഖദീജ ബീവിയെ കെട്ടുമ്പോൾ ഇന്നത്തെ പോലെ ചിലർ ചോദിച്ചിരുന്ന ചോദ്യം, മുഹമ്മദേ പ്രായം ചിരി കൂടുതലാ. ഇന്നും നമ്മൾ പറയാറില്ലേ, കല്യാണപ്പന്തലിൽ വെച്ച് പെണ്ണിനെ ചെറുക്കനേക്കാൾ പ്രായം തോന്നിപ്പിക്കുമ്പോ പല ആളുകളും പറയാറുണ്ട്, ഇത് അധിക കാലം മുൻപോട്ട് പോകൂല, പെണ്ണിന് നല്ല പ്രായം തോന്നിപ്പിക്കുന്നുണ്ട്. എന്നാൽ നേരെ തിരിച്ചും നമുക്ക് ചിന്തിക്കാം. പക്ഷേ പ്രവാചകന്റെയും ഖദീജ ബീവിയുടെയും ജീവിതത്തിൽ ഒരു കല്ലുകടി ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഖദീജ ബീവി ധനാഢ്യ, പേരുകെട്ട പണക്കാരിയ, ആദ്യം 2 തവണ വിവാഹമോചിതയാ, ആ കൂട്ടത്തിൽ മക്കളുള്ളവളാ. എന്നിട്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ ഖദീജ ബീവിയോടൊപ്പം മനോഹരമായി ജീവിച്ചു. ലോകത്തിന്റെ പ്രവാചകന് 40ാമത്തെ വയസ്സിൽ പടച്ചുറപ്പിന്റെ നുബുവത്തിറങ്ങുമ്പോ ഹിറാ ഗുഹയിൽ ഏകാന്തവാസം ഇഷ്ടപ്പെട്ടിരുന്ന പ്രവാചകനെ ഒരു തർക്കുത്തരം പറയാതെ ഖദീജ ബീവി സഹായിച്ചു, ഭക്ഷണം എത്തിച്ചു കൊടുത്തു, പ്രിയപ്പെട്ടവനെ നെഞ്ചോട് ചേർത്തു പിടിച്ചു. പേടിച്ച 2 ഓടി വന്നപ്പം പിടിച്ചു മടിയിൽ കിടത്തി അല്ലാഹുവിന്റെ റസൂലിനെ ആശ്വസിപ്പിച്ചു. തന്റെ 25 കൊല്ലത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഒരു കല്ലുകടി പോലും ആ പ്രവാചകന്റെയും ഖദീജ ബീവിന്റെയും ജീവിതത്തിൽ ഉണ്ടായില്ല. എന്തുകൊണ്ടാണെന്നറിയോ? 2 പേരുടെയും ലക്ഷ്യം അല്ലാഹുവിന്റെ സ്വർഗമായിരുന്നു. എനിക്കെന്റെ പ്രവാചകനെ സ്വർഗത്തിലെത്തിക്കണമെന്ന് ഖദീജ ബീവിയും, എനിക്കെന്റെ ഖദീജാനെ സ്വർഗത്തിലെത്തിക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനും ഒരുമിച്ച് ചിന്തിച്ചപ്പം ലോകം കണ്ട ഏറ്റവും മനോഹരമായ ജീവിതം അല്ലാഹുവിന്റെ പ്രവാചകന് ജീവിക്കാൻ സാധിച്ചു. ഏറ്റവും ഭംഗിയിൽ ജീവിക്കാൻ സാധിച്ചു. അതുകൊണ്ടാ മരണപ്പെടുന്നതിന്റെ തൊട്ടു മുൻപ് ആയിഷ റളിയല്ലാഹു തആല അൻഹാന്റെ വീട്ടിൽ അന്തിയുറങ്ങുമ്പോ ഒരു നട്ടപ്പാതിര നേരത്ത് ആയിഷ ബീവി തന്റെ ഈത്തപ്പന ഓലയിൽ കിടക്കുന്ന പ്രവാചകനെ കൈകൊണ്ട് തടവി നോക്കി. അല്ലാഹുവിന്റെ റസൂലിനെ അടുത്ത് കാണാനില്ല. എവിടേക്കാ ഈ രാത്രി റസൂല് പോയതെന്നറിയാൻ ദേഷ്യത്തോടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി. ആ മുറ്റത്ത് ഇരുട്ടിന്റെ മറവിൽ ഒരൽപ്പ വെളിച്ചത്തിൽ ആയിഷ ബീവി കണ്ടൊരു കാഴ്ചണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ മദീനത്തെ തന്റെ വീട്ടിന്റെ മുറ്റത്ത് വാ പൊത്തിപ്പിടിച്ച് കരയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശബ്ദം പുറത്തു വരാത്ത നിലക്ക് ശബ്ദം അടക്കി പിടിച്ച് റസൂല് കരയുന്നത് കണ്ടപ്പം ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിന്റെ തോളത്ത് കൈവച്ച് ചോദിച്ചു, എന്താ നബിയേ, എന്താ അങ്ങക്കൊരു സങ്കടം? അല്ലാഹുവിന്റെ പ്രവാചകൻ വാ കൈയെടുത്തു മാറ്റി വിങ്ങിപ്പൊട്ടിയിട്ട് പറഞ്ഞു, ആയിഷ, ഞാൻ എന്റെ ഖദീജാനെ സ്വപ്നം കണ്ടു. എനിക്കെന്റെ ഖദീജാനെ സ്വപ്നം കാണാൻ പറ്റിയ ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് ഒരു പെണ്ണിന്റെ സ്വാഭാവികമായ ഒരു ദേഷ്യത്തോടു കൂടി ചോദിച്ചു, അല്ലാഹുവിന്റെ നബിയെ, നിങ്ങൾക്ക് ഇപ്പോഴും ഇഷ്ടാണോ ഖദീജാനെ? ആ കിളവിയെ എന്തിനാ റസൂലെ നിങ്ങൾ ഇത്ര സ്നേഹിച്ച്? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വേദനക്കിടയിലും ആയിഷ ബീവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ആയിഷ, നിനക്കെന്റെ ഖദീജയെ അറിയാഞ്ഞിട്ടാ? മക്കക്കാര് കരിങ്കല്ല് കൊണ്ട് എറിഞ്ഞോടിച്ചപ്പം
ഞാൻ തോറ്റുപോയിട്ടില്ല ആയിഷ. മക്കക്കാർ അബൂ ത്വാലിബിന്റെ തായ്വരയിൽ പട്ടിണി കിട്ടപ്പം ഞാൻ പതറിയിട്ടില്ല ആയിഷ. പട്ടിണിയോടെ സങ്കടങ്ങളുമായി ജീവിക്കുമ്പം ഏകാന്തവാസത്തിന്റെ ഹിറാ ഗുഹയിൽ പോലും എന്നെ ചേർത്ത് പിടിച്ച് എനിക്ക് ധൈര്യം തന്നൊരു പേരുണ്ടെങ്കിൽ അതെന്റെ ഖദീജയാണ് ആയിഷ എന്ന് ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ഓരോ ഇണകളോടും ഭാര്യാഭർത്താക്കന്മാരോടും പറയാനുള്ളത്, രണ്ടു പേരുടെയും ലക്ഷ്യം റബ്ബിന്റെ സ്വർഗമാണെങ്കിൽ ജീവിതം മനോഹര, പട്ടിണി കിടന്നാലും മനോഹര, പരീക്ഷണങ്ങളാണെങ്കിലും മനോഹര. അതുകൊണ്ടല്ലേ പ്രവാചകന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണം ഫാത്തിമ ബീവി മരണപ്പെട്ടപ്പം ഫാത്തിമ ബീവിയുടെ മയ്യത്ത് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് അലി ഇബ്നു അബീ ത്വാലിബ് തിരിഞ്ഞൊരു നടത്തം നടക്കുന്നുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബിന്റെ നടത്തം കണ്ട സഹാബത്ത് പിന്നാലെ കൂടി. വെറുപ്പോ ദേഷ്യമോ എന്നറിയാതെ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിന്റെ മറമാടലും കഴിഞ്ഞ് മദീനത്തെ പള്ളിയിലിരുന്ന് കരയാൻ തുടങ്ങി. ആകാശത്തേക്ക് കൈകളുയർത്തി അലി ഇബ്നു അബീ ത്വാലിബ് പരാതി പോലെ പറഞ്ഞൊരു വാക്കുണ്ട്, റബ്ബേ, ഫാത്തിമ പോയതിലല്ല എന്റെ ദുഃഖം, ഫാത്തിമയില്ലാതെ ഈ ലോകത്ത് ജീവിക്കുന്ന വേദന അതൊരു വല്ലാത്ത വേദനയാണ് റബ്ബേ. ഫാത്തിമ, നീയില്ലാത്ത ദുനിയാവ് എത്രമാത്രം വേദനയാണ് ഫാത്തിമ എന്ന് മരണാനന്തരം അലി ഇബ്നു അബീ ത്വാലിബ് കരയുന്നുണ്ടെങ്കിൽ അവർക്ക് പണമില്ല, അവർക്ക് സൗകര്യങ്ങളില്ല, വയറ് നിറച്ചൊരു ഭക്ഷണം കിട്ടിയിട്ടില്ല, ഒരു റൊട്ടിക്കഷണം കൊണ്ട് രാവും പകലും അവര് നേരം വെളുപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, കുടുംബത്തിന്റെ ഭംഗി പരസ്പരം ഒരേ ലക്ഷ്യത്തിലേക്ക് സ്വർഗം ആഗ്രഹിച്ച് ജീവിക്കുക എന്നുള്ളതാ. ആ ലക്ഷ്യമുണ്ടെങ്കിൽ ഒന്നും നമ്മളെ തളർത്തുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. അതിനെന്ത് വേണം? നല്ലൊരു മനസ്സുള്ള ഭർത്താവാകണം, നല്ല മനസ്സുള്ള ഒരു ഭാര്യയാവണം. ഇന്ന് പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ആ സ്വഭാവമാ. ആളുകൾക്ക് നല്ല വ്യക്തിയാ, നാട്ടിൽ പോരാ, നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഖബറൊരിക്കലും പടച്ച റബ്ബ് വെളുപ്പിച്ച് നൽകില്ല. നന്മണ്ട പള്ളിയിൽ എന്റെ സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് 10,000 മയ്യത്ത് നിസ്കരിക്കാൻ വന്നാലോ, എടവണ്ണ വലിയ പള്ളിയിലോ പത്തപ്പെരിയം വലിയ പള്ളിയിലോ നാടൊട്ടുക്കും മയ്യത്ത് നിസ്കരിക്കാൻ പരക്കം പാഞ്ഞ് ജനങ്ങൾ വന്നാലും എന്റെ വില അള്ളാഹു നിശ്ചയിക്കുന്നത് എന്റെ പെണ്ണിനോട് ചോദിച്ചിട്ടാണെങ്കിൽ, ഒരു മനുഷ്യന് ഈ ലോകത്ത് നേടാനുള്ള ഏറ്റവും വലിയ സമ്പാദ്യം നല്ല സ്വഭാവത്തിന്റെ ഉടമയാവുക എന്നുള്ളതാ. നാട്ടുകാർക്കിടയിൽ നല്ലവനായാൽ പോരാ, കെട്ടിയ പെണ്ണിന്റെ മുൻപിൽ നല്ലവനാകാൻ പറ്റണം. എന്റെ വില തീരുമാനിക്കേണ്ടത് എന്റെ ഭാര്യയാണെന്ന തിരിച്ചറിവോടെ ജീവിക്കാൻ സാധിക്കണം. അതല്ലേ ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതും? അക്മലുൽ മുഅ്മിനീന ഈമാനൻ, ഒരു വിശ്വാസിയുടെ ഈമാൻ പൂർത്തീകരിക്കപ്പെടുന്നത് അഹ്സനുക്കും ഖുലുക, അവന്റെ സ്വഭാവം നന്നാവുമ്പോഴാ. ഇന്ന് പല ഭാര്യമാരും പരാതി പറയാറുണ്ട്, ആള് നല്ല ദീനിയ, കോലത്തിലും ചിഹ്നത്തിലും പള്ളി പോകുന്നതിലും, പിന്നെന്തേ അവന്റെ സ്വഭാവത്തിലുള്ള പ്രശ്നം? മൂക്കത്താ ദേഷ്യം, പെണ്ണിനെ തെറി പറയും, തല്ലും, ഒറ്റപ്പെടുത്തും, പരിഹസിക്കും, കുടുംബക്കാർക്കിടയിൽ ആ പെണ്ണിനെ പ്രയാസപ്പെടുത്തും, അതിനേക്കാളേറെ പട്ടിണിക്കിടും, മനസ്സ് വേദനിപ്പിക്കും. ഇങ്ങനെ പലതും ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, അഹ്സനുക്കും ഖുലുഖൻ വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇക്കും ഖുലുഖ. ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ തന്റെ കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവനാ. ഒരു ഭർത്താവിന്റെ കടമകൾ എന്തൊക്കെയാ? അധ്വാനിച്ച് ഭക്ഷണം കൊണ്ടുകൊടുക്കുക എന്നത് മാത്രമായി ചുരുങ്ങാൻ പാടില്ല. ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുക എന്നത് മാത്രമായി ചുരുങ്ങാൻ പാടില്ല. മറിച്ച് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നു, പെണ്ണിനെ സംരക്ഷിക്കണം. എല്ലാ രംഗത്തും അവൾക്കുള്ള അഭിമാനം നമ്മളാവണം. അവളുടെ ഓരോ ചിന്തയിലും എന്റെ ഭർത്താവ് എനിക്ക് സംരക്ഷണമാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കണം.